ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വളകാപ്പ് ഇന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് പ്രസവത്തിന് കൊണ്ടുപോയില്ലെന്നാണ് പറയുന്നത്. എന്തായാലും അവളുടെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് അവൾക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ടൂൾസൊക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പക്കിന് എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പരദൂഷണ ടീം. ഇത് ഇൻകംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇതിൽക്ക് ഇനിയും കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വരാനുണ്ട്. അവളുടെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ജ്യൂസൊക്കെ സെറ്റാക്കുകയാണ്. ഇതൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചടങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് ചടങ്ങിന് വെക്കാനുള്ളതും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫുഡും വന്നിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്പ് റൈസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബീഫ് ബിരിയാണി പിന്നെ മന്തി പോലത്തെ റൈസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലാണ് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ സെറ്റായതിനു ശേഷമാട്ടോ നമ്മളെ വലിയ അളിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട്ടുകാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവളെ മാറ്റിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വളകാപ്പിനുള്ള വള, മുല്ലപ്പൂ, അവളുടെ ഗോൾഡ്, പട്ടുസാരി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ചടങ്ങിന് വേണ്ട സ്വീറ്റ്സ് ഒക്കെ സെറ്റാക്കി വെക്കുകയാണ്. അവളെ ഡ്രസ്സ് മാറ്റി കൊണ്ടുവന്നപ്പോഴേക്കിനും എല്ലാവരും ഇത് അവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ്സും തേങ്ങ, കൽക്കണ്ടം, മിഠായി, വള, പഴം, കൂടാതെ വെറ്റില, അടക്ക, നൂറ്, പിന്നെ മുഖത്ത് തേക്കാനുള്ള ചന്ദനമൊക്കെ സെറ്റാണ് കേട്ടോ. എല്ലാം സെറ്റാക്കിയതിന് ശേഷം അവളെ പുറത്തോട്ട് കൊണ്ടുവന്നത്. അവരുടെ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടുകാർക്ക് ഇത് ഫസ്റ്റത്തെ ചടങ്ങാണ്. ഇതുവരെ ഇങ്ങനത്തെ ചടങ്ങൊന്നും കണ്ടിട്ട് പോലുമില്ല. അവരുടെ വീട്ടുകാർ തന്നെയാണ് ആദ്യം എല്ലാ ചടങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട്ടുകാരൊക്കെ അത് ക്യൂരിയോസിറ്റി കാരണം അത് ഇവിടെയൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ആദ്യം മുഖത്ത് ചന്ദനം തേച്ചിട്ട് പിന്നെ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വളകാപ്പിനുള്ള വള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ വളകാപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് നിർബന്ധിച്ചിട്ട് തന്നെ എൻ്റെ ബ്രദറിനെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും കൂടാത്ത ഒരാളാണ് അവന്. എന്തായാലും ആൾ കുറച്ച് മടി കാണിച്ചിട്ടാണെങ്കിൽ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചടങ്ങിലൊക്കെ അവളുടെ വീട്ടുകാർ അവനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. മുഖത്ത് ചന്ദനം തേക്കാൻ മാത്രം അവൻ അയച്ചിട്ടില്ല കേട്ടോ. സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കിയൊന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും തന്നെ ഈ ചടങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇതൊരു വലിയ ചടങ്ങാണ്. ഫസ്റ്റത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ചടങ്ങുകൾ അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്കിലും ചെയ്യണം എന്നായിരുന്നു കേട്ടോ അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ അവരുടെ ചടങ്ങ് ഫുള്ള് നടത്താനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ചടങ്ങും നടത്താനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പെണ്ണിനെ പുറത്തോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവിടുത്തെ ചടങ്ങ്. അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീട്ടുകാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ വീട്ടുകാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മളെ ഉമ്മമ്മയും ഇപ്പപ്പയും വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പെണ്ണുങ്ങളെ ചടങ്ങാണെന്ന് പറഞ്ഞിട്ട് അധികം ആൾക്കാർ ഒഴിഞ്ഞു മാറാറാണ് കേട്ടോ. പക്ഷേ ഇവരുടെ കുറച്ച് കൂടുതൽ ചടങ്ങുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് മഞ്ഞൾ തേച്ച് കൊടുക്കാനും വള ഇട്ട് കൊടുക്കാനും ഇതിനൊക്കെ ആയിരുന്നു കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതെന്തായാലും ഞാൻ തീർത്തിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലുള്ളവർ കുറച്ച് കോമഡി ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ്സ് അവർക്ക് കൊടുക്കാതെ പറ്റിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രദറിൻ്റെ മുഖത്ത് ചന്ദനം തേച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഇടരുതെന്ന് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആൾ കുറച്ച് ഷൈ ആണ്. ഇങ്ങനെ ആളെ ഇരിക്കാൻ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് കേട്ടോ. എല്ലാവരുടെയും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാനായിട്ടാണ്. അങ്ങനെ എല്ലാവരുടെ ചടങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബ്രദറിനെയും കൊണ്ട് എല്ലാവരും ഇത് കൊടുപ്പിക്കുന്നത്. ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ കൂടെ ഉണ്ടെന്ന് ഓർമ്മ വന്നത്. ഇതിൻ്റെ ചെറിയ ബ്രദറാണ്, അവൻക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് പരിപാടി അവസാനിപ്പിച്ചു. ഇവർ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ദുആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തോ സ്വീറ്റ്സും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ ഇറങ്ങാനുള്ള ടൈമായി കേട്ടോ. എല്ലാവരോടും ബായ് പറഞ്ഞ് പോകുന്ന ടൈമിൽ ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ മതിയായിരുന്നു എന്നാട്ടോ എൻ്റെ ആഗ്രഹം. ആരും കരഞ്ഞില്ല. അവൾ കൂളായിട്ട് ബൈ ബൈ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറെങ്കിലും കരയോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നേ. കരയെന്ന് വിചാരിച്ച് നോക്കി നിന്ന ഞങ്ങളെ മുമ്പിൽ രണ്ടുപേരും ചിരിച്ചും കളിച്ചിട്ടാണ് കേട്ടോ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവൾ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.